ഹലോ എവരി വൺ, ഹാവ് യു ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഞാനിപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ഷോയ്ക്കാണ് പോകാൻ പറ്റിയത്. ഒരു പവർ പാക്ഡ് ഫുൾ ഹൗസ് ഷോ ആയിരുന്നു. എൻ്റെ റിവ്യൂ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ ജൂനിയറും അനിയനുമായിട്ടുള്ള അമൽ ഷാ ഇത് കോറേറ്റും ഇതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ചെറിയൊരു റോളിൽ. ഓൾ കുഡോസ് ടു ഹിം. ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ അർജുൻ അശോകൻ, വിശാഖ് നായർ, റോഷൻ മാത്യു, മമ്മൂക്കയുടെ ഗസ്റ്റ് അപ്പിയറൻസ്, അങ്ങനെ കുറേ അധികം എലമെൻസ് ഉള്ള, ശങ്കർ എഹ്സാൻ ലോയ് മ്യൂസിക് ചെയ്തിട്ടുള്ള, കലൈ കിങ്സൺ ആക്ഷൻ ചെയ്തിട്ടുള്ള, മുജീബ് മജീദ് BGM ചെയ്തിട്ടുള്ള, ആനന്ദ് സി ചന്ദ്രൻ ക്യാമറ, വളരെ നല്ല ക്യാമറ ചെയ്തിട്ടുള്ള, അഡീഷണൽ ഫോട്ടോഗ്രാഫി ആയിട്ട് ജോമോൻ ടി ജോണും സുധീപ് വെള്ളമണ്ണും ഉണ്ട്. എന്നിരുന്നാലും വളരെ നല്ല മേക്കിംഗ് ഉള്ള ഒരു സിനിമ. തിയേറ്റർ വാച്ചിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമ. എന്നാൽ അതിൻ്റെ ചില സമയത്ത് നമുക്ക് ക്യാരക്ടറിനോടുള്ളൊരു കണക്ഷൻ മിസ്സായി എന്നെനിക്ക് തോന്നി. നമുക്കൊരു തിയേറ്ററിൽ നല്ലൊരു പവർ പാക്ഡ് ഇടി WWE ഒക്കെ ചെറുപ്പത്തിൽ ഫാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റിലാണ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെ നമുക്ക് ആ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സിനോട് തോന്നേണ്ട ഒരു ഇമോഷണൽ കണക്റ്റ് ആദ്യത്തെ കുറച്ച് സമയത്തിനിടയിലും ഇടയ്ക്കും വെച്ച് മിസ്സായിട്ടുണ്ട്. ഇൻ്റർവെല്ലിൻ്റെ സമയമായപ്പോഴത്തേക്കും ആ WWE എലമെൻസ് ഒക്കെ കയറി വന്ന് വളരെ നല്ലൊരു പവർ പാക്ഡ് ഇൻ്റർവെല്ലൊക്കെ നമുക്ക് തന്നു. റോഷൻ മാത്യൂസ് ആയാലും വിശാഖ് നായർ ആയാലും എല്ലാവരും അവരുടെ ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് നല്ല, വിശാഖ് നായറിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസിലൊന്നാണ്. അദ്ദേഹത്തിന് പൂണ്ട് വിളയാടാനുള്ളൊരു ക്യാരക്ടറും ഉണ്ട്, അദ്ദേഹം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. സായികുമാർ, സിദ്ദിഖ് എന്നിവരൊക്കെ ചെറിയ ചെറിയ റോൾസിൽ വന്ന് ചെയ്തു പോയിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാ ഫാമിലി ഓഡിയൻസിനും ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങളൊരു ഇടിപ്പടം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നല്ല ക്രൗഡിൻ്റെ കൂടെ നല്ല സൗണ്ടിൽ നല്ലൊരു സീറ്റ് ബുക്ക് ചെയ്ത് തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. പിന്നെ അവസാനം മമ്മൂക്കയുടെ ഒരു ക്യാമിയോ ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും റിവീലായിട്ടുണ്ട്. അത് അത്ര കണ്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിലില്ല. കാരണം തുടക്കത്തിൽ ആ ഒരു വാൾട്ടറിനെ പറ്റി പറഞ്ഞ്, അല്ലെങ്കിൽ ആ വാൾട്ടർ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി പുള്ളി പോകാൻ ഉള്ള ചാൻസ്, അല്ലെങ്കിൽ ആ കുട്ടികളുടെ കഥയൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു രീതിയിൽ നമുക്ക് അവരോടൊരു കണക്ഷൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പാക്റ്റ് ഇല്ല. വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്നിരുന്നാൽ തന്നെ മുജീബ് മജീദിൻ്റെ നല്ല BGMഉം നല്ല കുറച്ച് ഇടിയും ആക്ഷൻ കൊറിയോഗ്രാഫിയും നല്ല ക്യാമറ മൂവ്മെൻറ്റും ഒക്കെ കാണണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ഹാവ് യു ബീൻ ഹിയർ.